താങ്ക് യു ടു ലൈക്ക് ചെയ്തവർക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി. ലുലു വിളിക്കുന്നുണ്ട്, യൂസർ എന്ന് വിളിക്കുന്നുണ്ട്, ചിരിച്ചിരിക്കുന്നുണ്ട്. നസീമ എന്ന് വിളിച്ചു തുടങ്ങുന്നുണ്ട്. യൂസർ നസിയെ എന്തായിരുന്നു, തിരക്കായിരുന്നു, കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു. യൂസർ എന്നെ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുകയാണ് നസി. എന്നെയും കൂട്ടാക്കുമോ ലുലു ചോദിക്കുന്നുണ്ട്. യൂസർ എന്ന് പറഞ്ഞ ചാനലൊന്നുമില്ല സാറ്, നമ്മളെയൊക്കെ പോലുള്ള യൂട്യൂബർമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്. എന്നെ പോലത്തെ ഒരു 4-5 ചാനലാണ് സാറ് വരാറുള്ളത്. നസീമ, ഞാൻ ബ്ലൂ ഇല്ലാത്ത ഒരു ലൈവിലും പോകാത്ത ആളാണ് എന്ന് പറയുവാണ്. അപ്പോൾ സബ് ചെയ്ത് കഴിഞ്ഞാൽ നസീമ ബ്ലൂ കൊടുക്കാമോ, പറ്റുമോ യൂസർക്ക്? പിന്നെ മറ്റെല്ലാ കാര്യത്തിലും ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാനൊരു പാവം കുട്ടിയാണ് ലുലു പറയുന്നുണ്ട്. ഓക്കെ യൂസർ എന്ന് നസീമ പറഞ്ഞുകൊണ്ട്, നസീമ ബ്ലൂ തരാൻ റെഡിയാണ്. ഞാൻ അതിലും പാവമാണ് ലുലു, കറക്റ്റാണ് മധു സാറ്, അതിലും നല്ല പാവമാണ്. നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരാളല്ല മധു സാറ്. ഞാൻ ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ലൈവിൽ മുടക്കമില്ലാതെ വരുന്നുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും കൂടെ ഒന്ന് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിച്ച് നമ്മളെ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരാളാണ് മധു സാറ്. ലുലും ഇതൊക്കെ നസീമയും ഒക്കെ നല്ല ചാനലുകളാണ് സാർ, അവരൊക്കെ ലൈവിൽ വരാറുണ്ട്. ലുലു എൻ്റെ വരികളാണെങ്കിൽ ഒരു എഴുത്തുകാരി കൂടെയാണ്. കഥകളൊക്കെ നിറച്ച് എഴുതാറുണ്ട്, അതെല്ലാം യൂട്യൂബർ പബ്ലിഷ് ചെയ്യാറുണ്ട്, പാട്ട് പാടാറുണ്ട്. അങ്ങനെ ശരിക്കും ഒരു എൻ്റർടൈൻ ചാനലാണ് ലുലു. എന്തായാലും ലുലുവിന് അതെയോ ലുലു എന്ന് ചോദിക്കുന്നുണ്ട് യൂസർ. എന്തായാലും ലുലുവിന് ഞാൻ എൻ്റെ വകയായിട്ടൊരു സബ് തരാം. ഓക്കെ, ഹൈഫാദിയ. ഓക്കെ, ലുലുവിൻ്റെ വരികൾ കണ്ടല്ലോ. ലുലുവിൻ്റെ ഒരു സബ് ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ലുലുവിൻ്റെ ഒരു ഷോർട്ട് കൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ തിരിച്ച് സബ്ബൊന്നും വേണ്ട, കണ്ടല്ലോ ലുലു മോളെ, തിരിച്ച് സബ്ബൊന്നും വേണ്ട. ഇത് ചാനലില്ല. ഹലോ, ലുലുവിനെ കാണാനില്ല, ലുലു പോയെന്നറിയില്ലല്ലോ. ഹലോ ലുലു, വെൽക്കം, കമൻറ്റ് ചെയ്യൂ. ലുലു ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാര്യം ലൈവിൽ നമ്പർ കാണിക്കുന്നുണ്ട്.